ആദ്യത്തെ കിളിക്കൂടിലെ ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഹരീഷും മുനികേഷും കൂടാണ് നമ്മൾ സുധീഷിൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഏട്ടത്തി എന്തായാലും നിങ്ങളെ കാത്തിലെ ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ അതീ പിടിച്ച് പിടിച്ച് തന്നെ ഏട്ടത്തി എടുത്ത് ഓരോന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഏട്ടത്തി എന്താ വിചാരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതാ പിന്നെ അതിൽ തന്നെ പിടിച്ച് പിടിച്ച് ഓരോന്ന് സംസാരിക്കുന്നതെന്ന് ഏട്ടത്തിക്ക് മനസ്സിലായി കാണും. അതുകൊണ്ടായിരിക്കും ഏട്ടത്തി അതിൽ നിന്ന് ഒഴിഞ്ഞ് മാറിപ്പോയെന്നൊക്കെ നമ്മൾ ഹരീഷൊക്കെ ആണെങ്കിൽ പറയുന്നത്. ഹരീഷും നികേഷും കൂടെ ആണെങ്കിൽ നമ്മൾ സുധീഷിനെ ആണെങ്കിൽ കളയാക്കിയിട്ടൊക്കെ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുധീഷ് വിചാരിക്കുന്നുണ്ട്, ഓ കുറച്ച് ഓവറായി പോയല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ സുധീഷാണെങ്കിൽ പിന്നെ അങ്ങ് നമ്മൾ നിധിയും കൊണ്ട് ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ സുധീഷാണെങ്കിൽ ഒന്നും മിണ്ടുകയൊന്നുമില്ല. അപ്പം നിധി വിചാരിക്കുന്നുണ്ട്, ഇതെന്താ സുധീഷ് ഒന്നും മിണ്ടായിരിക്കുന്നത്, സാധാരണ സുധീഷ് ഒന്നും മിണ്ടായിരിക്കുന്ന ആളല്ലല്ലോ, എന്തെങ്കിലും ബളബളാന്ന് പറഞ്ഞൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ, ഇതെന്ത് പറ്റി ഇപ്പോൾ സൈലൻ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ നിധി ചിന്തിക്കുന്നുണ്ട്. നിധിയാണെങ്കിൽ സുധീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇതെന്ത് പറ്റി ഒന്നും മിണ്ടാതെയൊക്കെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, അയ്യോ നമ്മളൊന്നും മിണ്ടുന്നില്ലേ, നമ്മളിനി മിണ്ടിക്കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട, അതിനെക്കാട്ടി ഞാൻ മിണ്ടായിരിക്കുന്നില്ലേ നല്ലതെന്നൊക്കെ നമ്മൾ സുധീഷ് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നിധി പറയുന്നുണ്ട്, അല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാമല്ലോ, താനിങ്ങനെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ എനിക്കെന്താ മനസ്സിലാവുന്നതെന്നൊക്കെ നമ്മൾ നിധിയും ചോദിക്കുന്നുണ്ട്. നമ്മൾ സുധി പറയുന്നുണ്ട്, അല്ല താൻ ഇന്നലെ ഉറക്കമില്ലാതെയൊക്കെ കാത്തിരുന്നപ്പോൾ ഞാൻ വിചാരിച്ച് എൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടായിരിക്കും, എനിക്ക് എന്തെങ്കിലും പറ്റുമെന്നൊക്കെ ഉള്ള പേടി കൊണ്ടായിരിക്കും താൻ ഉറങ്ങാതെയൊക്കെ ഇരുന്നേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ അതല്ല സംഭവം, തൻ്റെ അച്ഛനും ഏട്ടനും കൂടെ എന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുള്ളൊരു പേടിയും കാര്യങ്ങളും കൊണ്ടാണല്ലോ താൻ ഉറക്കമില്ലാതെ ഇരുന്നതെന്നൊക്കെ ഇങ്ങനെ നമ്മൾ സുധീഷ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ നിധി ഒന്നും മിണ്ടിയൊന്നും ചെയ്യുന്നില്ല. അപ്പോഴും വീണ്ടും സുധീഷ് പറയുന്നുണ്ട്, തൻ്റെ അച്ഛനും ഏട്ടനും കൂടെ എന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാൽ താൻ ഉറങ്ങാതെ എഴുന്നേന്നൊക്കെ പറയുന്നുണ്ട്. തനിക്ക് എൻ്റെ അടുത്തുള്ള ഒരു സ്നേഹവും കാര്യങ്ങളൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തനിക്ക് എൻ്റെ അടുത്തൊരു സ്നേഹമോ കാര്യങ്ങളൊന്നുമില്ല, എൻ്റെ അച്ഛനാണെങ്കിലും ചേട്ടനാണെങ്കിലും എന്തെങ്കിലും എന്നെ ചെയ്യുന്നുള്ളൊരു പേടിയുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ സുധീഷ് പറയുന്നുണ്ട്, അത് സത്യമല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നിധി പറയുന്നുണ്ട്, അതെ അതുകൊണ്ട് തന്നെ എൻ്റെ ഏട്ടനും അച്ഛനും കൂടെ എന്തെങ്കിലും ചെയ്യുമെന്നൊരു പേടിയുണ്ടാണ് ഞാൻ ഇന്നലെ ഇവിടെ ഇങ്ങനെ ഉറക്കമൊഴിഞ്ഞ് കാത്തിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിധി പറയുന്നുണ്ടല്ലോ, ഞാനീ വന്ന് കയറിയ കുടുംബത്തിൽ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ അച്ഛനും ഏട്ടനാണെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്, എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല, സുധീഷിനെ ഉപദ്രവിക്കുക, പിടിച്ച് കെട്ടിയിടുക, എന്തെല്ലാം ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്, അവർ ഇത്രയ്ക്കും തലന്താന്ന് പോയോ എന്നൊക്കെ നമ്മൾ നിധി പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, എനിക്ക് ആദ്യമേ ഒരു സംശയം ഉണ്ടായിരുന്നു അവരിങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പം നിധി പറയുന്നുണ്ട്, അപ്പോഴത്തേക്കാണെങ്കിൽ സുധീഷ് എൻ്റെ അടുത്ത് എന്താ പറയാൻ, ഞാൻ അന്ന് അച്ഛനെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് എൻ്റെ വീട്ടിലോട്ട് വരത്തില്ലായിരുന്നല്ലോ എന്നൊക്കെ നിധി ചോദിക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ ഇത്രയൊക്കെ വെല്ലുവിളിച്ച സമയത്ത് സുധിക്കാണെങ്കിൽ പേടിയായില്ലേ എൻ്റെ വീട്ടിലോട്ട് വരാനെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് സുധീഷ് പറയുന്നുണ്ട്, അങ്ങനെ പേടി എനിക്ക് അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചില്ല, കാര്യം ആ സമയത്ത് ഞാൻ തൻ്റെ മുഖം മാത്രമാണ് ഓർത്തെ, അപ്പോൾ തനിക്കാണെങ്കിൽ വീട്ടിൽ പോകാനും അവരോട് ഇരുന്ന് സംസാരിക്കാനും അവരുടെ അടുത്ത് കുറച്ച് നേരം ഇരിക്കാനൊക്കെ ഒരു ആഗ്രഹം കാണുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ തൻ്റെ അടുത്ത് പറയാഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിലും പിന്നെ ഞാൻ വീട്ടിൽ വന്ന സമയത്തും തൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നെങ്കിലും താനത് വിശ്വസിക്കത്തില്ല, കാര്യം എൻ്റെ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, അച്ഛൻ അത്രക്കാരനൊന്നും അല്ലെന്നൊക്കെയല്ലേ താൻ പറയത്തുള്ളൂ, പിന്നെ ഞാൻ പറയുന്നത് ചുമ്മാതാണെന്നേ താൻ വിചാരിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്ത് നിധി പറയുന്നുണ്ട്, അതും ശരിയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നിധി പറയുന്നുണ്ട്, ശരി അതൊക്കെ അങ്ങ് വിട്ടേക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറഞ്ഞു, അതൊക്കെ അങ്ങനെ വിടാനോ, അതൊന്നും വിടാൻ വേണ്ടിയൊന്നും പറ്റത്തില്ല. നമ്മളെ സുധീഷ് ആണെങ്കിൽ പിന്നെ എന്തൊക്കെയേ പറഞ്ഞുകൊണ്ടിരിക്കുക, പിന്നെ ആണെങ്കിൽ ഇത്രയും നേരം സംസാരിക്കാതിരുന്നതിൻ്റെ ഇരട്ടിക്ക് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ നിധിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, ഒന്ന് നിർത്തുമോ, മതി, ഞാൻ ഇത്രയും നേരം മിണ്ടാതിരുന്നപ്പോൾ എന്താ മിണ്ടാത്തതെന്ന് ചോദിച്ചെന്നേ ഉള്ളൂ, അതിനും വേണ്ടി ഇത്രയൊക്കെ പറഞ്ഞുണ്ടാക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ പിന്നെ നിധി പറയുന്നുണ്ട്, ശരി മതി മതി, എന്തായാലും ഞാൻ ഇറങ്ങും, എനിക്ക് ഇറങ്ങേണ്ട സ്ഥലമെത്തി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിധി അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, ഇൻ്റർവ്യൂവിന് പോവുക, അല്ലെങ്കിൽ ഞാൻ പോയിട്ട് വരാമെന്ന് പോലും ഒരു വാക്ക് പോലും പറയുന്നില്ല. നമ്മൾ സുധീഷാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നിധിയാണെങ്കിൽ ഒന്നും പറയാതെ അങ്ങ് കയറി പോവുകയും ചെയ്തു. അങ്ങനെ പോയി നേരെ റിസപ്ഷനിൽ ചെല്ലുന്നുണ്ട്. അവിടെ ചെന്നിട്ട് പറയുന്നുണ്ട്, എനിക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അവർ ചോദിക്കുന്നുണ്ട്, അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, അപ്പോയിൻമെൻറ്റ് ലെറ്ററോ, ഇല്ല എന്നെ ഫോൺ വിളിച്ചാൽ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അവർ പറയുന്നത്, കൂൾ അത് കുഴപ്പമില്ല, അങ്ങനെ വിളിച്ചാൽ അപ്പോയിൻമെൻറ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഫോൺ വിളിച്ചാൽ അപ്പോയിൻമെൻറ്റ് തന്നേന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. ശരി എന്നാൽ ഇവിടെ വെയിറ്റ് ചെയ്യും, ഞാനാണെങ്കിൽ മാനേജറടുത്ത് പോയി സംസാരിച്ചിട്ട് കാര്യം പറഞ്ഞിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ പെണ്ണങ്ങ് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ആ പെണ്ണ് വന്നിട്ടാണെങ്കിൽ നിധിയെടുത്ത് പറയുന്നുണ്ട്, സാറ് വിളിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ നിധിയാണെങ്കിൽ മേക്കപ്പിംഗ് സാർ എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ അകത്തോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ സാറ് അവർ പറയുന്നുണ്ട്, സാറിനൊന്നും വിളിക്കേണ്ട, എനിക്ക് എത്ര പ്രായവും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിധിയെടുത്ത് പിന്നെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് സിദ്ധാർത്ഥും കൂടെ ചേർന്നാണ് ഈ കമ്പനി നടത്തുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം താനും ഫ്രഷറാണല്ലേ, ഇപ്പം പേര് നിധി എന്നാണല്ലേ എന്നൊക്കെ പറയുമ്പോൾ ആ നിധി പറയുന്നുണ്ട്, ആ സാർ എൻ്റെ പേര് നിധി എന്നാന്നൊക്കെ
പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ചോദിക്കുന്നുണ്ട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിധിയാണെങ്കിൽ സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. സാറ് സർട്ടിഫിക്കറ്റൊക്കെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്. ഗോൾഡ് മെഡലൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ നിധി പറയുന്നുണ്ട് അതേ സാർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ സാറ് പറയുന്നുണ്ട് ഇവിടെ ആണെങ്കിൽ ഫ്രഷറിനൊക്കെ ആണെങ്കിൽ 20 രൂപയെ കൊടുക്കുന്നുള്ളൂ. പിന്നെ ഗ്രാജുവൽ ഇൻക്രീസ് അങ്ങനെയൊക്കെ ആയിട്ട് ഇൻസെൻറ്റീവ് അങ്ങനെയൊക്കെ ആയിട്ട് പൈസകൾ പിന്നെ കൂടും. അങ്ങനെ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. തനിക്കാണെങ്കിൽ ഓക്കെ ആണെങ്കിൽ ഇവിടെ കമ്പനിയൊക്കെ കംഫർട്ടാണെങ്കിൽ തനിക്ക് ഇവിടെ നിൽക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നിധി ചോദിക്കുന്നുണ്ട് എന്ത് ഇവിടെ നിൽക്കാമെന്ന്. അപ്പം ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സാറ് പറയുന്നുണ്ട് അത് തൻ്റെ പിന്നെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് താനൊരു ഗോൾഡ് മെഡലൊക്കെ മേടിച്ച ആളല്ലേ. അപ്പോൾ തനിക്ക് എത്രത്തോളം നോളജും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലാവും. പിന്നെ താനും ഫ്രഷറും കൂടെ അല്ലേ. അപ്പോൾ പിന്നെ വേറൊരു കമ്പനിയിൽ ജോലി ചെയ്ത എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും തനിക്ക് ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ചോദിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നു. അങ്ങനെ പിന്നെ അവർ പറയുന്നുണ്ട് യു ആർ സെലക്ടഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിധി താങ്ക് യു സോ മച്ച് സാർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നാ ജോയിൻ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള കാര്യം ഇവിടുന്ന് വിളിച്ച് പറയുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നിധി പറയുന്നുണ്ട് ഓക്കെ സാർ താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ നിധിയാണെങ്കിൽ അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ നമ്മളെ നിധിയാണെങ്കിൽ വന്ന് കാറിൽ കയറിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ ശ്രുതിയാണെങ്കിൽ കാറിൽ ഇരുന്ന് ഉറങ്ങിയൊക്കെ ചെയ്യും. അപ്പോൾ പിന്നെ ശ്രുതിയെ ഡിസ്റ്റർബ് ഒന്നും ചെയ്യാതെ നിധിയാണെങ്കിൽ അവിടെ ചെറിയൊരു ഗണപതിയുടെ ഒരു ഫോട്ടോയൊക്കെ അവിടെ സ്റ്റിക്കറായിട്ടൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിനകത്ത് നോക്കിയിരുന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളും സുധീഷ് ആണെങ്കിൽ എഴുന്നേൽക്ക് ചെയ്യുന്നുണ്ട്. അപ്പം സുധീഷ് പറയുന്നുണ്ട് പ്രാർത്ഥിക്കുവാണോ അപ്പോൾ ഇത്ര അങ്ങനെ നമ്മളെ നിധിയെടുത്ത് ചോദിക്കുന്നുണ്ട് ഹലോ എന്താ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞോ. അപ്പം നിധി പറയുന്നുണ്ട് ആ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് എനിക്ക് ജോലി കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് സുധീഷ് പറയുന്നുണ്ട് അല്ല മുമ്പ് ഒരു കമ്പനി പോയപ്പോൾ അവർ എത്ര ഇൻ്റർവ്യൂ ഒക്കെ അവർ ചെയ്തായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ എന്താ പെട്ടെന്ന് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞില്ല. അത് പറയുന്നുണ്ട് ഇത് ചെറിയൊരു കമ്പനിയല്ലേ അപ്പോൾ അതുകൊണ്ട് അവർ ആ ഒരു രീതിയിൽ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് പിന്നെ എനിക്ക് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഞാൻ ഫ്രഷറല്ലേ. അപ്പം അതുകൊണ്ട് എന്നെ പെട്ടെന്ന് ജോലിക്ക് സെലക്ട് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുധീഷ് ചോദിക്കുന്നത് ആ ശരി സാലറിയൊക്കെ എത്ര ഉണ്ട് അവർ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പം 20,000 എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് സുധീഷ് പറയുന്നുണ്ട് 20,000ഓ 20,000 തന്നെ ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നിധി പറയുന്നുണ്ട് അതെ 20,000 രൂപ തന്നെയാണ്. അപ്പോഴത്തേക്ക് സുധീഷ് പറയുന്നുണ്ട് 20,000 രൂപ അല്ല താനൊരു ആർക്കിടെക്റ്റൊക്കെ പഠിച്ച ആളല്ലേ അപ്പോൾ തനിക്കാണെങ്കിൽ ഞാൻ വിചാരിച്ചൊരു 1,00,000 2,00,000 രൂപയൊക്കെ കിട്ടുമെന്നൊക്കെ വിചാരിച്ചെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നിധി പറയുന്നുണ്ട് അങ്ങനെയല്ല സ്റ്റാർട്ടിങ് നമുക്ക് ഏത് കമ്പനിയിലാണെങ്കിലും ഒരു 20-25 ഇതിലേ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുധീഷ് ചോദിക്കുന്നുണ്ട് അല്ല തനിക്കാണെങ്കിൽ പഠിക്കാൻ നേരത്തെ ഒരു 10-15 ലക്ഷം രൂപയൊക്കെ ആയി കാണത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിപ്പോൾ സുധീഷ് അറിയേണ്ട കാര്യം എന്തോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല ഇത്രയും ലക്ഷം രൂപയൊക്കെ കൊടുത്ത് പഠിച്ചിട്ട് തനിക്ക് ഈ ഒരു ചെറിയ ശമ്പളത്തിൽ കയറുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ നിധിയാണെങ്കിൽ ഒന്നും മിണ്ടിയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്ക് സുധീഷ് പറയുന്നുണ്ട് ആ കുഴപ്പമൊന്നുമില്ല നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നിധി ചോദിക്കുന്നുണ്ട് എന്ത് പ്രശ്നം ഉണ്ടാവാൻ. സുധീഷ് പറയുന്നുണ്ട് അല്ല ഞാനൊരു ടാക്സി ഡ്രൈവർ അപ്പം നിധിനെയും കാട്ടി 2 ഇരട്ടി ശമ്പളം എനിക്ക് ഉണ്ടാവും എന്ന് പറയുമ്പോഴത്തേക്കും നിധിക്കൊരു പ്രശ്നമൊക്കെ ആവത്തില്ലെന്ന് നിൽക്കുമ്പോഴത്തേക്കും നിധി പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല എല്ലായിടവും സ്റ്റാർട്ടിങ് ഇങ്ങനെയൊക്കെ ശമ്പളങ്ങൾ ഉണ്ടാവത്തുള്ളൂ പിന്നെ ആണെങ്കിൽ ഇൻസെൻറ്റീവ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് പൈസയൊക്കെ നമുക്ക് ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ നിധി ആണെങ്കിൽ ഒന്നും മിണ്ടുന്നതൊന്നുമില്ല. അങ്ങനെ പിന്നെ അവരോട് നമുക്ക് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് ദൂരമൊക്കെ യാത്ര ചെയ്തതിന് ശേഷമാണെങ്കിൽ നമ്മൾ സുധീഷ് പറയുന്നുണ്ട് അല്ലേ ഈ പഠിക്കുന്നതൊക്കെ വെറുതെയാണ് നീ നമ്മളാണെങ്കിൽ പഠിച്ചിട്ട് ഒരു ഡിഗ്രിയും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണെങ്കിൽ പിന്നെ നമ്മളാണെങ്കിൽ അപ്പം തനിക്ക് പഠിക്കാനാണെങ്കിൽ ഇപ്പോൾ ഒരു 10-15 ലക്ഷം രൂപയൊക്കെ ആയി പൈസ ആണെങ്കിൽ എടുത്തിട്ട് നമ്മളൊരു 5-6 ടാക്സിയൊക്കെ അങ്ങ് മേടിച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓട്ടത്തിന് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെയും കാട്ടിയൊക്കെ കാശ് ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ നിധിക്ക് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നിധി മിണ്ടാതെയൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മൾ ഹരീഷിനെയും ഹരീഷാണെങ്കിൽ വർക്ക്ഷോപ്പിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നീതു അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീതുവിനെ കാണുന്ന ഉടനെ നമ്മൾ ഹരീഷാണെങ്കിൽ ഡിറ്റോ അടുത്തും അതുകൊണ്ടൊക്കെ തന്നെ ചന്തുവിൻ്റെ അടുത്തും പറയുന്നുണ്ട് ഞാനൊരു ചായ കുടിച്ചിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണ് പറയുന്നുണ്ട് ആശാൻ അവിടെ ഇരിക്കും ചായയൊക്കെ പിന്നെ കുടിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പറയാം ഞാനൊരു വണ്ടി നോക്കിയിട്ട് വരാമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഡിറ്റോയൊക്കെ പറയുന്നുണ്ട് അതൊക്കെ വണ്ടിയൊക്കെ ഞങ്ങൾ നോക്കിയത് ആശാൻ അവിടെ ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നീതു ആണെങ്കിൽ വന്ന് അവിടെ ആണെങ്കിൽ നമ്മൾ ഹരീഷിൻ്റെ അടുത്ത് ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് നീ എന്താ വീട്ടിൽ പ്രശ്നം ഉണ്ടായിട്ടാണെങ്കിൽ എൻ്റെ അടുത്ത് ആ കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഹരീഷ് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ അതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും എന്താ എങ്ങനെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് നീ അതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നീതു പറയുന്നുണ്ട് എന്തായാലും ശരി ഞാനാണെങ്കിൽ വീട്ടിൽ ചെന്ന സമയത്ത് ഏട്ടത്തിയാണ് എൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞത് അപ്പോഴാണ് ഞാൻ എല്ലാം അറിഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നീതു പറയുന്നുണ്ട് ഞാനാണെങ്കിൽ നിന്നെ ഫോൺ വിളിച്ച് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം എന്തായാലും ഞാൻ ഫോൺ വിളിയൊക്കെ കുറയ്ക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ.
എന്തായാലും എനിക്ക് സൗണ്ട് കേൾക്കണമെന്ന് തോന്നുമ്പോൾ ഞാനിങ്ങനെ വിളിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നീതു ആണെങ്കിൽ പറയുന്നത് എന്താ എല്ലാ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് നമ്മൾ പിന്നെ ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് നീതു അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ഹരീഷിനാണെങ്കിലും സന്തോഷമൊക്കെ ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട് കേട്ടോ. പ്രൊമോയിലാണെങ്കിൽ നമ്മൾ നിധിയാണെങ്കിൽ ജോലിക്ക് പോകാനൊക്കെ ഒരുങ്ങിയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് നമ്മളെ ഭാസ്കരനാണെങ്കിൽ പടക്കം പൊട്ടിയൊക്കെ ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ ലളിത ചോദിക്കുന്നുണ്ട് എന്തോടെ അവിടെ പടക്കം പൊട്ടിക്കാനൊക്കെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ പറയുന്നത് എൻ്റെ മരുമോളാണെങ്കിൽ ജോലി കിട്ടിയെന്നൊക്കെ പറയുന്നല്ലോ, നിൻ്റെ മോളെ കണക്കല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ മോൾ നല്ല പഠിച്ച മരുമോളാണ്, അവൾക്കാണെങ്കിൽ നല്ല കമ്പനിയിൽ ജോലിയൊക്കെ കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് നാളത്തെ പ്രമോവും കാണിക്കുന്നുണ്ട് അവസാനിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.